ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യം തന്നെ തിയറിറ്റിക്കൽ ബേസ് ഓഫ് സാമ്പിളിംഗ്, അതായത് സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തിയറീസ് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ദ ലോസ് ഓർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ദ തിയറി ഓഫ് സാമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ബേസ്ഡ്. അതായത് നമ്മൾ ടോട്ടൽ യൂണിവേഴ്സിൽ നിന്ന് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ, അത് ബേസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട തത്വങ്ങൾ അല്ലെങ്കിൽ ലോസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിയമങ്ങൾ: ഒന്നാമത്തത് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയാണത്. രണ്ടാമത്തത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സാണ്. ഇപ്പോൾ ഈ രണ്ട് തിയറികൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് വയ്ക്കുക. നിങ്ങൾക്ക് എക്സാമിന് തിയറി ക്വസ്റ്റ്യനായിട്ട് അത് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്താണെന്നുള്ളതാണ്. ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി സ്റ്റേറ്റ് ദാറ്റ് എ മോഡറേറ്റ്ലി ലാർജ് സാമ്പിൾ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ ലാർജ് പോപ്പുലേഷൻ will on an average possess the characteristics of that population. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്ന ലോ ഇവിടെ പറയുന്നത് എ മോഡറേറ്റ്ലി ലാർജ് സാമ്പിൾ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം ലാർജ് പോപ്പുലേഷൻ. നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന്, പോപ്പുലേഷൻ എന്താണ്, യൂണിവേഴ്സ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ പഠനം നടത്തുന്ന ആ എല്ലാ ഐറ്റത്തെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത് ലാർജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നാണ്, അല്ലേ? പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്നാണ്, യൂണിവേഴ്സിൽ നിന്നാണ് നമ്മൾ സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡറേറ്റ്ലി ലാർജ് സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 10,000 പേരിൽ നിന്ന് നമ്മളൊരു 300 അല്ലെങ്കിൽ 500 സാമ്പിളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് പോസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. അതായത് സാമ്പിളുകൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകൾ ആ ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും കാണിക്കുക. അതായത് അവരെ വെച്ച് നടത്തുന്ന പഠനം എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ പോപ്പുലേഷനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന അത്തരത്തിലുള്ള റിസൾട്ടുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ലോ, ഇഫ് എ സാമ്പിൾ ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഇറ്റ് കുഡ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ. അതായത് ഇത്രയുള്ള സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളുകൾ എന്ന് പറയുന്നത് അത് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, അല്ലെങ്കിൽ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയായിരിക്കും. ഏത് ലോ പ്രകാരമാണ്? ആസ് പെർ ദി ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ലോയാണ്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദി തിയറി ഓഫ് പ്രോബബിലിറ്റി, അല്ലേ? അതായത് നമ്മൾ പോപ്പുലേഷനെ സെലക്ട് ചെയ്യുമ്പോൾ, സാമ്പിളുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു പോപ്പുലേഷനെ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിളുകൾ തന്നെയായിരിക്കും എന്നുള്ള ഒരു പ്രോബബിലിറ്റിയെ ബേസ് ചെയ്താണ് ഈ ഒരു തിയറി പറഞ്ഞു വെക്കുക. അതിൻ്റെ മെറിറ്റ് പറയുകയാണെങ്കിൽ ദിസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദി തിയറി ഓഫ് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുള്ള തിയറിയാണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ സാമ്പിൾ സെലക്റ്റഡ് മസ്റ്റ് പോസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളുകൾ തീർച്ചയായിട്ടും ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോസസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനുണ്ടാവും. ദിസ് ലോ ഈസ് റീസണബിൾ, അത് ലോജിക്കലായിട്ടും അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇത് പറയുക. ഡിമെറിറ്റിലേക്ക് പറയുകയാണെങ്കിൽ ദി ലോ വിൽ ഹോൾഡ് ഓൺലി വെൻ ദ സെലക്ഷൻ ഓഫ് ദി സാമ്പിൾ ഈസ് പ്യൂർലി ഓൺ റാൻഡം ബേസിസ്. അപ്പോൾ നമുക്ക് സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നത് അത് റാൻഡം ബേസിൽ, പ്യൂർലി റാൻഡം ഫേമിൽ, നമ്മൾ പൂർണ്ണമായിട്ടും റാൻഡമായിട്ട് ഈ സാമ്പിളുകൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ആ ഒരു ഗുഡ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി സാമ്പിൾ ഈസ് സഫീഷ്യൻ്റ്ലി ലാർജ് ടു അവോയ്ഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ നമുക്ക് ഈ ഇൻഫ്ലുവൻസ്, തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നത് തടയാൻ വേണ്ടി, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകൾ ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് തന്നെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ സഫീഷ്യൻ്റ്ലി ലാർജ് ആയിട്ടുള്ള, അത്യാവശ്യം വലിയ സാമ്പിളുകൾ തന്നെ പോപ്പുലേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ലോ നോക്കാം. ദ ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നുള്ള രണ്ടാമത്തെ ലോയാണ്. നോക്കുക, ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് അതർ തിങ്സ് ബീങ് ഈക്വൽ ലാർജർ ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ റിസൾട്ട് വിൽ ബി മോർ ആക്യുറേറ്റ്. അതായത് മറ്റ് ഘടകങ്ങളെല്ലാം നമ്മൾ ഈക്വലായിട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് ലാർജർ ദ സൈസ് ഓഫ് ദ സാമ്പിൾ, നമ്മൾ സാമ്പിളിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, സാമ്പിളിങ്ങിലൂടെ നമ്മൾ എടുക്കുന്ന റിസൾട്ട് അത് കൂടുതൽ ആക്യുറേറ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. അതായത് സൈസ് ഓഫ് സാമ്പിൾ കുറവാണെങ്കിൽ ആക്യുറസി കുറവായിരിക്കും, സൈസ് ഓഫ് സാമ്പിൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ആക്യുറസി കൂടുതലായിരിക്കും. അതായത് 1,00,000 പേരിൽ അപ്പോൾ വെച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ 50 പേരെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ആക്യുറസി ഉണ്ടാവും നമ്മുടെ ഒരു 1,000 ആളുകളെ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ ആ ഒരു പഠനം നടത്തുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ്? സാമ്പിളുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ആക്യുറസി, കൃത്യത കൂടുന്നതായിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് ലാർജ് നമ്പേഴ്സ് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നുള്ളത്. അതിൻ്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ലോ ഈസ് കൊറോളറി ഓഫ് ദി ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി അതിനോട് ചേർന്ന് നിൽക്കുന്ന കൊറോളറി ആയിട്ടുള്ള ഒരു ലോ തന്നെയാണിതും. ദ ലാർജ് ഗ്രൂപ്പ് വേരീസ് സ്ലോലി ഓൺ ദി ആവറേജ്. അതായത് ലാർജ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിസ് ലോ ക്രിയേറ്റ്സ് എ ടെൻഡൻസി ടു കളക്ട് ഡാറ്റ ഫ്രം ലാർജ് സാമ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് സാമ്പിളുകൾ
ഡാറ്റയായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ലോ ഓക്യുപ്പൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദി സ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഇത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ ഡീമെറിറ്റിലേക്ക് വരുവാണെങ്കിൽ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ട്രൂ ഇൻ കേസ് ഓഫ് ലാർജ് ഗ്രൂപ്പുകളുടെ അത് വലിയ ഗ്രൂപ്പുകൾ വെച്ച് പഠനം നടത്തുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റെബിലിറ്റി ഓഫ് ലാർജ് സാമ്പിൾ ഡസ് നോട്ട് മീൻ ദാറ്റ് ദേ നെവർ ചേഞ്ച്. അപ്പോൾ ലാർജ് സാമ്പിൾ നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സാമ്പിൾ എടുത്തു എന്നുള്ളതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അത് വേരി ചെയ്യില്ല എന്നുള്ളത് 100% നമുക്ക് ഷുവർട്ടിയോട് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന് ഡീമെറിറ്റായിട്ടും പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റയെ അതിൻ്റെ റിസംബ്ലൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സിമിലാരിറ്റി വെച്ചുകൊണ്ട് ഒരേപോലുള്ള ഡാറ്റയെ നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്യും, ഓരോരോ ക്ലാസ്സുകളിലാക്കും. അപ്പോൾ ഒരേപോലുള്ള ഡാറ്റകളെ നമ്മൾ 1 എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലാക്കി, വേറൊരു രീതിയിൽ ഒരേപോലെ ഇരിക്കുന്ന മറ്റൊരു ഡാറ്റയെ നമ്മൾ 2ാമത്തെ ക്ലാസ്സിലാക്കി, അങ്ങനെ പല ക്ലാസ്സുകളായിട്ട് ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. തരം തിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ എക്സോസ്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ദ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി എക്സോസ്റ്റീവ്. ഈച്ച് ഐറ്റം ഓഫ് ഡാറ്റ കളക്റ്റഡ് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ എനി വൺ ഓഫ് ദി ക്ലാസസ്. അപ്പോൾ എക്സോസ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പെടുത്താൻ പറ്റുന്ന ഡാറ്റ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ എക്സോസ്റ്റീവ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അതായത് ഈച്ച് ഐറ്റം ഓഫ് ഡാറ്റ മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ 1 ക്ലാസ് ഓൺലി. നമ്മൾ എടുക്കുന്ന ഡാറ്റ അത് എല്ലാ ക്ലാസ്സിലും വരുന്ന ഡാറ്റ ആയിരിക്കരുത്, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ആയിരിക്കണം. അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ക്ലാസ്സിൽ ആ ഡാറ്റ വരാൻ പാടില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഡാറ്റ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് സിമിലർ സ്വഭാവം വെച്ചായിരിക്കണം, അല്ലെങ്കിൽ ഓരോ പോലുള്ള ഹോമോജനസ് ആയിട്ടുള്ള ഐറ്റത്തെയാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ പെടുത്തേണ്ടത്. ദെൻ സ്യൂട്ടബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ഒബ്ജക്റ്റീവിന്, നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവിന് ചേരുന്ന തരത്തിലുള്ള, പർപ്പസിന് ചേരുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടത്. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ടു മേക്ക് കമ്പാരിസൺ ഈസിയർ അല്ലേ. അതായത് നമുക്ക് കമ്പാരിസൺ നടത്താൻ വേണ്ടി, 2 പഠനങ്ങൾ തമ്മിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസനൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കണം. ആക്യുറസി ഉണ്ടായിരിക്കണം. നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് ഇറ്റ് വിൽ ബി വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് ആക്യുറസി അല്ലേ. ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് നല്ല ശ്രദ്ധയോടുകൂടിയും ആക്യുറേറ്റ് ആയിട്ടും ആയിരിക്കും. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് പ്രസൻസ് ഡാറ്റ ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ഫോം. സിമ്പിളായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നമ്മൾ ആ ഒരു ഡാറ്റ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ദെൻ കണ്ടൻസേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഹ്യൂജ് മാസ് ഓഫ് ഡാറ്റ, വലിയൊരു ഡാറ്റയെ നമ്മൾ ഷോർട്ടൻ ചെയ്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് അല്ലേ. അതിനാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ചുരുക്കുക എന്ന് പറയുന്നത്. ദെൻ പ്രസൻറ്റേഷൻ അനാലിസിസ് ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റയെ അനാലിസിസും അല്ലെങ്കിൽ പിന്നീട് അതിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നടത്തേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ എല്ലാം ക്ലാസിഫിക്കേഷൻ എസെൻഷ്യലാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ മോഡിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ടു കണ്ടൻസ് ദ ഡാറ്റ ആൻഡ് ടു മേക്ക് ദ ഡാറ്റ സിമ്പിൾ. നമ്മൾ മാസ് ഡാറ്റയെ, വലിയൊരു ഡാറ്റയെ നമ്മൾ കണ്ടൻസ് ചെയ്ത് ചുരുക്കി എഴുതുക, അങ്ങനെ ഡാറ്റയെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നു. ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ഡാറ്റകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ. ദെൻ ടു ക്ലാരിഫൈ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി. നമ്മുടെ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൽ തന്നിരിക്കുന്ന ഡാറ്റ അത് സിമിലർ ആണോ അല്ലെങ്കിൽ അത് തമ്മിൽ ഡിസിമിലാരിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അല്ലേ. സിമിലാരിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഡാറ്റയെ പരിഗണിക്കുക ഒരു ക്ലാസ്സിൽ പെടുത്താൻ വേണ്ടി അല്ലേ. അപ്പോൾ സിമിലാരിറ്റി ഉണ്ടോ ഡിസിമിലാരിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ദെൻ ടു സേവ് എ ലോട്ട് ഓഫ് ടൈം, സ്പേസ് ആൻഡ് എനർജി. നമുക്ക് അനാലിസിസിന് വേണ്ടി പ്രസൻറ്റേഷന് വേണ്ടിയൊക്കെ നമുക്ക് ക്ലാസിഫൈഡ് ഡാറ്റയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ടൈം സേവിംഗ് ആണ്. അതുപോലെ തന്നെ സ്ഥലം കുറച്ച് മതി, കുറച്ച് എനർജി അതിനുവേണ്ടി വിനിയോഗിച്ചാൽ മതി. ദെൻ ടു പ്രസൻറ്റ് ദ കോംപ്ലക്സ് ഡാറ്റ ഇൻ എ കൺസൈസ്, ലോജിക്കൽ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാനർ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ നമ്മൾ വളരെ കൺസൈസ് ആയിട്ട് ചുരുക്കി ലോജിക്കലായിട്ട് അണ്ടർസ്റ്റാൻഡബിൾ മാനർ, മനസ്സിലാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ടു എലിസിറ്റ് ദ ഇൻഫർമേഷൻ ക്ലിയർലി. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, എലിസിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നു. ടു പ്രിപ്പയർ ദ ബേസ് ഓഫ് ടാബുലേഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷന് ശേഷം ചെയ്യുന്നൊരു കാര്യമാണ് ടാബുലേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അതായത് ടേബിളുകളായിട്ട് നമ്മൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യും അല്ലേ. ടേബിളുകളിലേക്ക് മാറ്റും, റോസ് ആൻഡ് കോളംസിൽ നമ്മൾ എഴുതും. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫൈഡ് ഡാറ്റയാണ് നമ്മൾ ടാബുലേഷൻ നടത്താൻ ഉപയോഗിക്കുന്നത്. ദെൻ ടു റിമൂവ് ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം ദി ഡാറ്റ കളക്റ്റഡ്. നമ്മൾ നടത്തിയ ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ
അതിനെ ഒരു ഗ്രൂപ്പിലും പെടുത്താൻ പറ്റാത്ത, ക്ലാസ്സിലൊന്നും പെടുത്താൻ പറ്റാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ടു എനേബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ദി ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ടു മേക്ക് പോസിബിൾ ദ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയുടെ ഇൻ്റർപ്രിട്ടേഷൻ, അനാലിസിസ് അതെല്ലാം നടത്താൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. ഇനി ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പല രീതിയിലുണ്ട്. അത് ജോഗ്രഫിക്കലുണ്ട്, ക്രൊണോളജിക്കലുണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഇവിടെ നോക്കാം. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ജോഗ്രഫിക്കൽ ആയിട്ട് ബേസിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ ഏരിയ ബേസിൽ നമ്മൾ അതിനെ തരംതിരിക്കുമ്പോഴാണ് അതിനെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡാറ്റയെ നമുക്ക് വേണമെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ്, കേരള അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റ് തമിഴ്നാട് അടിസ്ഥാനത്തിൽ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ഡിവൈഡ് ചെയ്യാം, ടൗൺ വൈസ്, വില്ലേജ്, സോണ്, അങ്ങനെ ഏരിയ അടിസ്ഥാനത്തിൽ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളുടെ എണ്ണത്തെ നമ്മളൊരു കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. അതായത് കേരളത്തിൽ 187, തമിഴ്നാട്ടിൽ 245, കർണാടകയിൽ 288, ആന്ധ്രാപ്രദേശ് 263. ലൈക്ക്വൈസ് നമുക്ക് മറ്റു സ്റ്റേറ്റുകളുടെയും ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ആ സ്റ്റേറ്റുകളിലുള്ള എണ്ണം നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലോ ടൗൺ അടിസ്ഥാനത്തിലോ ഒക്കെ നടത്തുന്ന ക്ലാസിഫിക്കേഷൻ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓർ പീരീഡ് ആണ്. നമുക്ക് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ അതിനെയാണ് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇയർലി ബേസിൽ അല്ലെങ്കിൽ മന്ത്ലി, ഡെയിലി, വീക്ക്ലി അങ്ങനെയൊക്കെ ബേസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫ്രം 1947 to 2017, ഇപ്പോൾ 1947 തൊട്ട് 2017 വരെയുള്ള പോപ്പുലേഷൻ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ അതാണ് നമ്മൾ ആ ഇയറുകൾ എഴുതും അല്ലെ. ഇയർ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ഇൻ ക്രോർ 62 കോടി, 76 കോടി, 88 കോടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ക്ലാസിഫൈ ചെയ്താം. അപ്പോൾ ഇയർ ബേസോ മന്ത് ബേസോ ഡേ ബേസോ ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ അത് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ദെൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഈസ് നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതായത് നമുക്ക് ആട്രിബ്യൂട്ട്, വേരിയബിൾ, അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അത് ആട്രിബ്യൂട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ഉദാഹരണം നോക്കാം. അതിൽ രണ്ട് തരത്തിൽ നമ്മളതിനെ തരംതിരിക്കുന്നുണ്ട്. ടു ഫോൾഡ് ഓർ ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. In two-fold classification or in dichotomous classification, only one attribute is taken into consideration. അപ്പം നമ്മൾ ഒരൊറ്റ ആട്രിബ്യൂട്ട് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനാണ് ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഡൈക്കോട്ടമസ് എന്ന് വെച്ചാൽ രണ്ട് പാർട്ടായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട് നമ്മൾ എടുക്കുന്നു. സാക്ഷരതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കുക അല്ലേ. ലിറ്ററേറ്റഡ് ആളുകൾ, ഇല്ലിറ്ററേറ്റഡ് ആളുകൾ, അതായത് സാക്ഷരതയുള്ള, അക്ഷരാഭ്യാസമുള്ള, അറിയാവുന്ന ആളുകൾ, അതറിയില്ലാത്ത ആളുകൾ അല്ലേ. അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഡൈക്കോട്ടമീൻസ് എന്ന് വെച്ചാൽ കട്ടിങ് ഇൻറ്റു 2 എന്നാണ്, രണ്ട് പാർട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ എലമെൻറ്റിനെ മാത്രം എടുത്ത് രണ്ടായിട്ട് അതിനെ തരംതിരിക്കുമ്പോൾ അതിനെ ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതിനെ നേരെ എതിരെ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷനാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദി ബേസിസ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ അതിലുണ്ടാവും. അതിനെ വെച്ചാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോപ്പുലേഷൻ നമുക്ക് എന്തായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം, മെയിലെന്നും ഫീമെയിലുമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലേ. അതിനുശേഷം മെയിലിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് എന്നല്ലേ. ഫീമെയിലിൽ നമുക്ക് അതുപോലെ തന്നെ എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന് തരംതിരിക്കാം. എഗെയിൻ എംപ്ലോയിഡിനെ തന്നെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് നമുക്ക് എന്ത് തരംതിരിക്കാം, മാരീഡ് ആൻഡ് അൺമാരീഡ് എന്ന് തരംതിരിക്കാം അല്ലേ. അതായത് എംപ്ലോയിഡ് ആളുകൾ എത്ര ആളുകൾ മാരീഡാണ്, എംപ്ലോയിഡ് ആളുകൾ എത്ര ആളുകൾ അൺമാരീഡ് ആണ് അല്ലേ. ആ രീതിയിൽ അൺഎംപ്ലോയിഡിൽ നമുക്ക് തരംതിരിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു പേര് കാറ്റഗറിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണെന്നൂടെ ഒന്ന് ഓർത്ത് നിൽക്കുക. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി യൂണിറ്റ്സ്. നമ്മൾ യൂണിറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയുള്ള ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഏജ്, മാർക്ക്, പ്രൈസ്, ഇൻകം, പ്രോഫിറ്റ്, സെയിൽ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന, വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും.
യൂഷ്വലി ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ഓർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് പോലെയാണ് ഇത് സാധാരണ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് വേരിയബിൾ, എന്താണ് ആട്രിബ്യൂട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ അറിഞ്ഞിരിക്കണം. വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഈസ് എ വാല്യൂ ദാറ്റ് ക്യാൻ ചേഞ്ച്. നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടീഷൻ അണ്ടർ ഡിഫറെൻറ്റ് ടൈം ആൻഡ് പ്ലേസ് അല്ലേ. അതായത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏജ് എന്ന് പറയുകയാണെങ്കിൽ ഏജ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതായത് ഓരോ കുട്ടി എടുക്കുമ്പോൾ അവരുടെ ഏജിൽ വ്യത്യാസം ഉണ്ടാകും, മാർക്കിൽ വ്യത്യാസം ഉണ്ടാകും, പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വേരി ചെയ്യാവുന്ന വാല്യൂവിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മാർക്ക്, സാലറി, ഇൻകം, സേവിങ്സ്, അതൊക്കെ എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കുക. വേരിയബിൾ നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആവാം, കണ്ടിന്യൂസ് വേരിയബിൾ ആകാം. അതിനൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഇനി ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ഇത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് ഇപ്പോൾ സെക്സ്, എഡ്യൂക്കേഷൻ, നാഷണാലിറ്റി, ലിറ്ററസി, ബ്ലൈൻഡ്നെസ്, അപ്പോൾ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വേരിയബിൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്കിത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ അതിനൊരു പേര് മാത്രമാണ്. എഡ്യൂക്കേഷനാണ്, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ +2 മാത്രം വിദ്യാഭ്യാസമുള്ളോ, അല്ലെങ്കിൽ 10 മാത്രമാണ് പാസ്സായിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ രീതിയിൽ നമുക്ക് അതിനെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലേ. പക്ഷേ ബാക്കിയൊക്കെ നമുക്ക് വേരിയബിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര രൂപയിൽ സാലറി, ഇത്ര ഇൻകം കിട്ടുന്നു, അല്ലെങ്കിൽ സേവിങ്സ് ഇത്രയുണ്ട്, മാർക്ക് ഇത്രയുണ്ട്, അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേരി ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ വേരിയബിൾ എന്നും, ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വേരിയബിളായിട്ടുള്ള സെക്സ്, എഡ്യൂക്കേഷൻ, നാഷണാലിറ്റി, ലിറ്ററസി പോലുള്ള വാല്യൂസിന് നമ്മൾ എന്ത് വിളിക്കും, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്, അതായത് അതിനെ ആട്രിബ്യൂട്ട് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടാബുലേഷൻ എന്താണ് എന്നുള്ളത് അടുത്തൊരു ക്ലാസ് കൂടെ നമുക്ക് ഈ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.